ഇതെൻ്റെ മുസ്ലിം ബ്രൈഡാണ്. നമുക്ക് ഈ ബ്രൈഡൽ മേക്കപ്പ് ഒന്ന് കാണാം. എൻ്റെ ബ്രൈഡിൻ്റെ ഫേസ് ഒരു നോർമൽ സ്കിന്നാണ്. വളരെ ചെറിയ ഒരു ഡിസ്കളറേഷനാണ് ഈ ഫേസിലുള്ളത്. ഒരു റൗണ്ട് ഫേസും കൂടിയാണ്. ഒരു ബ്രൈഡൽ മേക്കപ്പ് നമ്മൾ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഇതുപോലെ ഫേസ് ഷേപ്പ് മനസ്സിലാക്കണം, സ്കിന്ന് മനസ്സിലാക്കണം. അതിനനുസരിച്ചുള്ള പ്രോഡക്ട്സ് വേണം നമ്മൾ യൂസ് ചെയ്യാൻ. ഞാൻ ആദ്യം തന്നെ സ്കിന്ന് പ്രിപ്പ് ചെയ്ത് വെച്ചു. പ്രിപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഫേസ് വാഷ് കഴിഞ്ഞു, ടോണർ കഴിഞ്ഞു, മോയ്സ്ചറൈസർ ഇട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഐബ്രോ ഫില്ല് ചെയ്യാൻ ആരംഭിക്കുന്നത്. നമ്മളുടെ ബ്രൈഡിൻ്റെ ഫേസ് ഷേപ്പ് റൗണ്ട് ആയതുകൊണ്ട് ഐബ്രോ ഫില്ല് ചെയ്യുമ്പോഴത്തേക്കും അതൊരു ആർച്ചായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഫേസ് കുറച്ചും കൂടി ഒരു ഓവൽ ഷേപ്പായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഐബ്രോ ഫില്ല് ചെയ്യുമ്പോൾ ഡാർക്ക് ബ്രൗൺ കൊണ്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു നാച്ചുറൽ ലുക്കും തോന്നിക്കും. ഏത് പ്രോഡക്റ്റ്സ് വേണമെന്നുണ്ടെങ്കിലും ഐബ്രോ ഫില്ല് ചെയ്യാൻ നമ്മൾക്ക് യൂസ് ചെയ്യാം. പൗഡർ വേണമെങ്കിൽ യൂസ് ചെയ്യാം, ജെല്ല് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. നമ്മൾക്ക് ഏത് പ്രോഡക്റ്റ്സ് ആണോ നമ്മളുടെ കയ്യിൽ, പെൻസിൽ വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. ഏത് പ്രോഡക്റ്റ്സ് ആണോ നമ്മളുടെ കയ്യിലുള്ളത് അതുകൊണ്ട് ചെയ്യുമ്പോൾ ഡാർക്ക് ബ്രൗൺ യൂസ് ചെയ്താൽ കുറച്ചും കൂടെ നാച്ചുറൽ ലുക്ക് തോന്നും. ഐബ്രോ ഹൈലൈറ്റായിട്ട് നിൽക്കാൻ വേണ്ടി നമ്മൾ ഐബ്രോയുടെ താഴെയും മുകളിലുമായിട്ട് കൺസീലർ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഐബ്രോ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്തത് ചെയ്യുന്നത് കളർ കറക്ഷനാണ്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു, എൻ്റെ ബ്രൈഡിൻ്റെ സ്കിൻ നോർമൽ സ്കിന്നാണ്, വലിയ പ്രോബ്ലംസ് ഒന്നുമില്ല, മാർക്കുകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ യെല്ലോ കളർ കറക്ഷനാണ് യൂസ് ചെയ്യുന്നത്. ഈ യെല്ലോ കളർ കറക്ഷൻ നമ്മൾ യൂസ് ചെയ്യുമ്പം വളരെ ചെറിയ ഇംപെർഫെക്ഷൻസ് എല്ലാം ആ ഒരു കളർ കറക്ഷൻ കൊണ്ട് തന്നെ നമുക്ക് ക്ലിയറായി കിട്ടും. കളർ കറക്ഷൻ നമ്മൾ ചെയ്ത് വെച്ച് കഴിഞ്ഞ് ഒരു 2-3 മിനിറ്റ് വെയിറ്റ് ചെയ്യുന്നതിന് ആ സമയം കൊണ്ട് നമുക്ക് ഐ മേക്കപ്പ് ചെയ്യാം. ഐ മേക്കപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ കൺസീലർ ചെയ്തിരുന്നു, പൗഡർ കൊണ്ട് സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. അത് കഴിയുമ്പോൾ നമ്മൾ ഒരു ട്രാൻസിഷൻ കളറാണ് യൂസ് ചെയ്യുന്നത്. ആദ്യം തന്നെ ട്രാൻസിഷൻ കളറ് ക്രീസിൽ കൊടുക്കണം. ട്രാൻസിഷൻ കളേഴ്സ് എപ്പോഴും മാറ്റ് ഫിനിഷ് ആയിരിക്കും. ഇന്നർ കോർണർ അഥവാ മൂക്കിൻ്റെ സൈഡിൽ നിന്നും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ലൈറ്റായിട്ട് തുടങ്ങി കണ്ണിൻ്റെ ഔട്ടർ കോർണറിലേക്ക് വരുമ്പോഴത്തേക്കും ഡാർക്ക് ആയിരിക്കണം. ഷിമ്മർ ഐ ഷാഡോ യൂസ് ചെയ്യുമ്പോൾ ഐബോളിലായിരിക്കണം കൊടുക്കേണ്ടത്. അതിൻ്റെയും ലൈറ്റ് ആയിരിക്കണം ഇന്നർ കോർണറിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഷിമ്മർ ഐ ഷാഡോ യൂസ് ചെയ്യുമ്പോൾ ക്രീസ് ലൈനിൻ്റെ മുകളിലോട്ട് പോകാൻ പാടില്ല. ക്രീസ് ലൈൻ എപ്പോഴും മാറ്റ് ഫിനിഷ് ആയിരിക്കണം. അതുപോലെ തന്നെ കണ്ണിൻ്റെ ഔട്ടർ കോർണറും ഡാർക്ക് മാറ്റ് ഫിനിഷ് ആയിരിക്കണം. ഐലൈനർ നമ്മൾ കൊടുക്കുമ്പോൾ കണ്ണിൻ്റെ ലാഷസിൻ്റെ അടിഭാഗത്തും കൂടി നമ്മൾ ലൈൻ ചെയ്യുമ്പോഴത്തേക്കും കണ്ണ് കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും. ഞാനിപ്പോൾ പറഞ്ഞത് ലോവർ ലാഷസിൻ്റെ കാര്യമല്ല, അപ്പർ ലാഷസിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഈ കണ്ണ് നമുക്ക് ലോവർ ലാഷിൻ്റെ അകഭാഗം നമുക്ക് ബ്ലാക്ക് കൊടുക്കാം. അതിൻ്റെ ലോവർ ലാഷിൻ്റെ സൈഡ് സ്മഡ്ജ് ചെയ്യുന്ന ഭാഗം ഒരു ബ്രൗൺ പൗഡർ കൊണ്ട് സ്മഡ്ജ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ കണ്ണ് കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും. ഐലൈനർ എഴുതുമ്പോൾ എപ്പോഴും പൗഡർ കൊണ്ട് നമ്മൾ ഐലൈനർ സെറ്റ് ചെയ്തിരിക്കണം. ഡാർക്ക് ബ്രൗൺ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ കരി എഴുതിയ പോലെയുള്ള ഒരു ഫീലിങ്ങും ഉണ്ടാവില്ല. അണ്ടർ ഐ ഭാഗത്ത് വീണ് കിടക്കുന്ന എക്സ്ട്രാസ് എല്ലാം നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുക്കണം. ഈ ക്ലീനിങ് ടവൽ എനിക്ക് ഫേസ് പാലറ്റിലെ ലക്ഷ്മി മാം തന്നതാണ്, ഗിഫ്റ്റായിട്ട് തന്നതാണ്. വളരെ യൂസ്ഫുള്ളാണ് എനിക്ക് ഈ ക്ലീനിങ് ടവൽ. അണ്ടർ ഐ ഭാഗത്ത് ഞാനിപ്പോൾ ചെയ്യുന്നത് കൺസീലറാണ്. ആ കൺസീലർ ചെയ്ത് നമ്മൾ ചെറിയ സ്മഡ്ജിങ് സ്പോഞ്ച് കൊണ്ട് സ്മഡ്ജ് ചെയ്ത് വിട്ട് കഴിയുമ്പം നമുക്ക് അണ്ടർ ഐ ഭാഗത്ത് ഡാർക്ക്നെസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അത് കവറായി മാറും. മസ്കാര ഇടാനും ലാഷ് വയ്ക്കാനും ഒന്നും ആരെയും ഇപ്പം പഠിപ്പിക്കേണ്ട. എല്ലാവർക്കും മസ്കാരയും ലാഷും ഒക്കെ വെക്കാനായിട്ട് എല്ലാവർക്കും അറിയാം. ഐ മേക്കപ്പ് കഴിയുമ്പോൾ നമുക്ക് നെക്സ്റ്റ് ഫൗണ്ടേഷൻ ഇടാം. ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷൻ നിങ്ങൾ കണ്ടല്ലോ. ഫൗണ്ടേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഈ കവിളിൻ്റെ ഈ ഭാഗത്തായിട്ട് നമ്മളൊന്ന് സ്മഡ്ജ് ചെയ്ത് ഒരു ചെറിയ അളവിൽ ഒന്നെടുത്ത് കറക്റ്റ് ഫൗണ്ടേഷൻ ആണോ എന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഫൗണ്ടേഷൻ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്നിൻ്റെ അതേ കളറായിട്ട് നമുക്ക് ഫീൽ ആവുന്നുണ്ടെങ്കിൽ അതാണ് കറക്റ്റ് ഫൗണ്ടേഷൻ. ഫൗണ്ടേഷൻ ഞാൻ അപ്ലൈ ചെയ്യുന്നത് സ്റ്റിപ്ലിംഗ് ബ്രഷ് കൊണ്ടാണ്.
അതുകൊണ്ടുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഇട്ട കളർ കറക്ഷനും ഫൗണ്ടേഷനും കൂടെ മിക്സായി പോവില്ല. സ്റ്റിപ്ലിംഗ് ബ്രഷ് കൊണ്ട് നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം അത് വെറ്റ് സ്പോഞ്ച് കൊണ്ട് സ്മഡ്ജ് ചെയ്ത് കൊടുക്കണം. ഫൗണ്ടേഷൻ കഴിയുമ്പോൾ നമ്മൾ കോണ്ടൂർ ചെയ്യണം. കോണ്ടൂർ എല്ലാവർക്കും ഒന്നും ചെയ്യേണ്ട ആവശ്യവുമില്ല. സാധാരണ മുസ്ലിം ബ്രൈഡിന് ഇപ്പോൾ തലയിൽ നമ്മൾ ഹിജാബൊക്കെ കെട്ടുമ്പോഴത്തേക്കും ചെയ്യണമെന്ന് നിർബന്ധവും ഇല്ല. എങ്കിലും നമുക്കൊരു ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ടും പിന്നെ ഹിജാബ് കെട്ടിയാലും ആ ഒരു ഫീച്ചർ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ കോണ്ടൂർ ചെയ്യുന്നത്. അതേപോലെ തന്നെ കോണ്ടൂർ ചെയ്യുമ്പോൾ ഒത്തിരി കറുത്തിരിക്കാതെയുള്ള കോണ്ടൂറിങ് വേണം നമ്മൾ കൊടുക്കാൻ. റൗണ്ട് ഫേസ് ആയതുകൊണ്ട് കോണ്ടൂറിങ് കൊടുക്കുമ്പോൾ ചെവിയുടെ മുകളിൽ നിന്നും കണ്ണിൻ്റെ ഔട്ടർ കോർണർ വരെയുള്ള ഭാഗത്ത് കൊടുത്താൽ മതിയാവും. ബാക്കി മുകളിലേക്ക് ബ്രഷ് കൊണ്ട് സ്മഡ്ജ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ജോ ലൈൻ കോണ്ടൂർ ചെയ്യുമ്പോഴത്തേക്കും നമ്മളുടെ കമ്മൽ ഭാഗത്ത് നിന്നും ഒരു സ്ലാൻഡിങ് ആയിട്ടൊരു ലൈൻ കൊടുത്ത് താഴോട്ട് വേണം സ്മഡ്ജ് ചെയ്യാൻ. നമ്മുടെ സ്കിൻ കളറിനെക്കാട്ടിലും ഒരു ടോൺ ഡാർക്കായിട്ടുള്ളത് കോണ്ടൂറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്താൽ മതി. അത് ഒത്തിരി ഡാർക്കായിട്ടുള്ളത് യൂസ് ചെയ്യരുത്, കാരണം ഫെയർ സ്കിന്നാണ്. ഇപ്പോൾ ചില ഭാഗത്ത് കറുത്തും ചില ഭാഗത്ത് വെളുത്തും ഇരിക്കുന്ന ഒരു ഫീല് ഉണ്ടാവാൻ പാടില്ല. ലിപ്പ് ഞാൻ നേരത്തെ പ്രിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ സ്ക്രബ് യൂസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ മോയ്സ്ചറൈസും ലിപ്പിൽ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ലിപ്സ്റ്റിക്ക് ഇടുന്നതിന് മുമ്പ് മോയ്സ്ചറൈസർ ഒരു ടിഷ്യൂ കൊണ്ട് ഒന്ന് ഒപ്പിയെടുക്കുന്ന എക്സസ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ ഒന്ന് ഒപ്പിയെടുക്കുന്നത് നല്ലതായിരിക്കും. ലിപ്സ്റ്റിക്ക് ഇടാനും നമ്മൾ ആരോടും പറഞ്ഞോ മനസ്സിലാക്കേണ്ട ഒരാവശ്യമില്ല. കറക്റ്റായിട്ട് എല്ലാവർക്കും തന്നെ ലിപ്സ്റ്റിക്ക് ഇടാനായിട്ട് അറിയാം. ലിപ്സ്റ്റിക്ക് ഇടുന്നത് പറയുന്നതിന് മുമ്പ് ഞാൻ ഹൈലൈറ്റർ യൂസ് ചെയ്യുന്നതിനെക്കുറിച്ച് പറഞ്ഞില്ലായിരുന്നു. ഹൈലൈറ്റർ നമ്മൾ കവിളിൽ യൂസ് ചെയ്യുന്നത് ഓൺ ഭാഗത്ത് വേണം നമ്മൾ ഹൈലൈറ്റർ യൂസ് ചെയ്യാൻ. പിന്നെയുള്ളത് നമ്മൾ ഐബ്രോയുടെ ആർച്ച് ഭാഗത്ത് മാത്രം വേണം ഹൈലൈറ്റർ യൂസ് ചെയ്യാൻ. മൂക്കിൻ്റെ ടിപ്പിൽ കൊടുക്കണം, ചുണ്ടിൻ്റെ ക്യൂബിക് ഭാഗത്തും കൊടുക്കണം, പിന്നെ ചുണ്ടിൻ്റെ സെൻട്രൽ ഭാഗത്തും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലിപ്പ് കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും. ഹൈലൈറ്ററൊക്കെ നമുക്കൊരു ഫ്ലാഷ് അടിക്കുന്ന രീതിയിൽ ഒത്തിരി ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ലൈറ്റായിട്ട് വേണം എല്ലാം കൊടുക്കാൻ. അപ്പോൾ നമുക്ക് ഫേസ് കാണാൻ ഒരു നാച്ചുറൽ ലുക്കാണ് കിട്ടുന്നത്. ലിപ്പ് ലൈൻ കൊടുത്തു കഴിഞ്ഞിട്ട് അതൊരു ബ്രഷ് കൊണ്ടൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുത്തതിന് ശേഷം വേണം നമ്മൾ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യാൻ. ഞാനിവിടെ ഐ മേക്കപ്പ് കുറച്ച് പിങ്കിഷ് കൊടുത്തത് കൊണ്ട് ഞാൻ ലിപ്പ് ഡാർക്കായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഐയും ലിപ്പും ലൈറ്റ് ആകുമ്പോഴത്തേക്കും ഡ്രസ്സും ലൈറ്റ് കളറാണ്, ഒരു ന്യൂഡ് ഷെയ്ഡാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരു ന്യൂഡ് ഷെയ്ഡായി വരുമ്പോഴത്തേക്കും നമുക്കൊരു അത്രയ്ക്കും ഒരു ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ ലിപ്പ് കുറച്ച് ഡാർക്ക് ഷെയ്ഡ് കൊടുത്തത്. അത് തന്നെയല്ല, ലിപ്പിൽ നമുക്ക് കുറച്ച് ഡിസ്കളറേഷനൊക്കെ ഉണ്ടെങ്കിൽ അത് മറയ്ക്കാനായിട്ട് ഡാർക്ക് ഷെയ്ഡ് തന്നെയാണ് നല്ലത്. കണ്ടോ, മേൽച്ചുണ്ടിൻ്റെ മുകൾ ഭാഗത്ത് ഹൈലൈറ്റർ കൊടുക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ലോവർ ലിപ്പിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഹൈലൈറ്റർ കൊടുത്തു കഴിഞ്ഞാൽ ലിപ്പ് കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും. മേക്കപ്പ് എല്ലാം കഴിഞ്ഞ് നമ്മൾ സെറ്റിംഗ് സ്പ്രേ ചെയ്യണം. മാക്കിൻ്റെ സെറ്റിംഗ് സ്പ്രേ ആണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, കാരണം വീഡിയോ ലോങ്ങായി പോകുന്നത് കൊണ്ടാണ് ആ ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്തത്. എൻ്റെ ഈ മുസ്ലിം ബ്രൈഡിന് ഹിജാബ് കെട്ടണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഹിജാബ് ചുറ്റുന്നതിന് മുമ്പ് നമ്മൾ ഇതുപോലെ ഒരു ഷോള് കൊണ്ട് കെട്ടിയതിന് ശേഷം ഹിജാബ് ചുറ്റിക്കഴിഞ്ഞാൽ അത് ലാസ്റ്റിങ്ങുമാണ്, പിന്നെ നമുക്ക് കാണാനും നല്ല ഭംഗിയായിരിക്കും. ഹിജാബ് ചുറ്റുന്നതിനെക്കുറിച്ച് നമുക്ക് വിവരിച്ച് തരാൻ പറ്റില്ല, കാരണം അതൊന്ന് കണ്ടു മനസ്സിലാക്കാനേ നമുക്ക് പറ്റുള്ളൂ. കാരണം ഹിജാബ് ഇപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം, ആ ഷോള് കൊണ്ട് ഞാൻ ചുറ്റി വെച്ചു. അപ്പോൾ ചുറ്റി വെക്കുമ്പം നമുക്ക് ബാക്ക് വശം കാണാനും അതേപോലെ തന്നെ മുടിയുടെ മുകൾ വശം കാണാനും നല്ല ഭംഗിയായിരിക്കും. ഞാൻ ഈ ഷോള് ചുറ്റി കെട്ടിയതിന് ശേഷം മാലയിട്ടതിന് ശേഷമാണ് അടുത്ത ഹിജാബ് ഞാൻ ചുറ്റി കൊടുക്കുന്നത്. നെറ്റിച്ചുട്ടി വെക്കുന്നത് ഈ ചുറ്റിയതിൻ്റെ മുകളിലോട്ടാണ് ഞാൻ നെറ്റിച്ചുട്ടി വെക്കുന്നത്. അത് ഞാനൊരു പിന്നുകൊണ്ടും സ്ലൈഡ് കൊണ്ടുമാണ് സെറ്റാക്കി കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കത് റിമൂവ് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. അടുത്തത് ഹിജാബ് ചുറ്റുന്നതാണ്. ഹിജാബ് ചുറ്റുമ്പം ഇതുപോലെയുള്ള ഒരു ഹൈറ്റ് കൊടുത്ത് ചെയ്യുമ്പോൾ അവിടെ ഒരു മുട്ടുസൂചി വെച്ച് കൊടുത്താൽ മതിയാകും. ഹൈറ്റ് കൊടുത്ത് ചെയ്യുമ്പോൾ നമുക്കൊരു ലോങ് ഫേസ് അല്ലെങ്കിൽ ഒരു ഓവൽ ഷേപ്പൊക്കെ നമുക്ക് ഈ റൗണ്ട് ഫേസിന് ഫീലാകും.
പിന്നെ ഞാൻ നമ്മുടെ മാല കാണത്തക്ക രീതിയിലാണ് ഈ ഹിജാബ് ചുറ്റി കൊടുത്തിരിക്കുന്നത്. കാരണം കുറച്ച് നീളമുള്ള ഷോളാണ്. അപ്പോൾ ആ നീളമുള്ള ഷോള് നമുക്ക് ഇതേപോലെ സാരിക്ക് പ്ലേറ്റ് എടുക്കുന്നത് പോലെ എടുത്ത് അത് ഒരു വശത്തോട്ട് കുത്തിയതിന് ശേഷം ആണ് ഞാനത് ക്ലിയർ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോയ്ക്കകത്ത് കാണാം. അതിന് മുകളിലാണ് നമ്മളുടെ ലെഹങ്കയുടെ ഷോള് വരുന്നത്. അതും നമ്മൾ ആ പിന്നുകൊണ്ട് കുത്തി സെറ്റ് ചെയ്താൽ മതിയാവും. കോസ്റ്റ്യൂമിന് ചേരുന്ന ജ്വല്ലറി ആയതുകൊണ്ട് തന്നെ എൻ്റെ ബ്രൈഡിൻ്റെ കോസ്റ്റ്യൂമും ജ്വല്ലറിയും ഒക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്. എൻ്റെ ബ്രൈഡിന് വളരെ ഇഷ്ടപ്പെട്ടായിരുന്നു എൻ്റെ മേക്കപ്പ്. ഞാൻ ഈ ലാസ്റ്റ് ചെയ്യുന്ന ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ബ്രൈഡിൻ്റെ ടോപ്പ് കുറച്ച് വൈഡ് നെക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് നമ്മുടെ സ്കിന്നിലും ടോപ്പിലും കൂടെ ഫിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഓപ്പണായി വരത്തില്ല, പിന്നെ തെന്നി മാറി പോവുകയില്ല. എൻ്റെ ബ്രൈഡൽ മേക്കപ്പ് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. മനസ്സിലായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്